ഹായ് ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ പുതിയൊരു വണ്ടി കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണ് ടിയാഗോ XT. അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ട് നമ്മുടെ പഴയ വണ്ടിയായിട്ടുള്ള അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും, അതേപോലെ അതിൻ്റെ ഔട്ട് സൈഡ്, ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ ഫുള്ള് നമുക്കൊന്ന് കലക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വണ്ടി ഫ്രണ്ടിലേക്ക് വരാനാണെങ്കിൽ തന്നെ നമ്മൾ ഗ്രില്ല് ടോട്ടലി ചേഞ്ച്ഡാണ്. പഴയ വണ്ടിയായിട്ട് ടോട്ടലി ചേഞ്ചാണ്. പഴയ വണ്ടിയിൽ ഇച്ചിരി നീളത്തിലുള്ളൊരു ഗ്രില്ലും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബമ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ കണ്ടില്ല, ഈ ഒരു പ്രൊജക്ഷനൊക്കെ പഴയ വണ്ടിക്ക് ഇല്ല. ഇപ്പോൾ ഈ ഇറങ്ങിയ BS6 മോഡൽ വണ്ടിയിലാണ് ഇപ്പോൾ ഉള്ള പ്രൊജക്ഷൻസ് ഒക്കെ ഉള്ളത്. പിന്നെ നമ്മൾ ആ ഹെഡ് ലാമ്പിലേക്ക് വരാനാണെങ്കിൽ ചേഞ്ച് ആയിട്ടുണ്ട്. BS6 നോക്കുമ്പം ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് BS6 മോഡൽ വണ്ടിയാട്ടോ. പഴയ വണ്ടിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ വിൻഷീൽഡ് വാഷർ അത് ഈ ഒരു ഏരിയയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ ചേഞ്ച് ചെയ്തിട്ട് ഇതിന് ഉള്ളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അതേപോലെ വൈപ്പർ ഉണ്ട്. ഇത് ശരിക്കും ഇതിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു വൈപ്പറാണ്. പിന്നെ നമ്മുടെ ഈ ബോണറ്റ് ഉണ്ട്. ഈ ഒരു പ്രൊജക്ഷൻസ് ഒന്നും പഴയ വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരാനാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വണ്ടി ചെയ്തത് XZ ആണ്. അപ്പോൾ അത് ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മിറർ ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ XTയിൽ മുന്നത്തെ മോഡലിൽ XTയിൽ മിറർ ഇൻഡിക്കേറ്റർ അവർ പ്രൊവൈഡ് ചെയ്യില്ല. പക്ഷേ ഇപ്പം BS6 ഇറങ്ങുന്ന വണ്ടിയിൽ ഫുള്ള് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. XTയിൽ ഫുള്ള് മിറർ ഇൻഡിക്കേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വണ്ടിയിൽ പറഞ്ഞത് ഈ ഏരിയലിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ആ ഏരിയയിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഫിക്സഡ് ആയിരുന്നു. ഇപ്പോൾ ഇതുണ്ട്, ഇതിങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹൈറ്റ് ഇപ്പം എത്ര പ്രൊവൈഡ് ചെയ്താലും അവർ കുഴപ്പമില്ല. നമ്മൾ പഴയ വണ്ടിയിലെന്ന് പറഞ്ഞാൽ അവർക്ക് അകത്തേക്ക് കയറ്റാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മളത് മാറ്റിയത്. പക്ഷേ ഇതിങ്ങനെ അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് അപ്പോൾ ഇത് ഇച്ചിരൂടെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇത്. പിന്നെ നമ്മൾ ഒരു ബാക്കിലേക്ക് വരാനാണെങ്കിൽ നമ്മുടെ പഴയ വണ്ടിയുടെ പോലെ തന്നെ ടൈൽ ലാമ്പൊന്നും വലിയ ചേഞ്ച് ഒന്നും ഇല്ല. പിന്നെ ബാഡ്ജിങ് ഒന്നും ഒരു പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇപ്പം BS6 ആയപ്പോൾ. അതേപോലെ തന്നെ ഈ ഒരു XT ആയതുകൊണ്ട് തന്നെ ബാക്ക് വൈപ്പറും ഒരു പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ഈ ബമ്പർ നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ വണ്ടിയുടെ ബമ്പറായിരുന്നു ഇച്ചിരി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ആ ഒരു ഷേപ്പ് ഇപ്പോഴത്തെ BS6ൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് എനിക്ക് പഴയ വണ്ടിയുടെ ബാക്ക് ബമ്പറായിരുന്നു. നമുക്ക് ബൂട്ട് സ്പേസ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നമുക്ക് ബൂട്ടിലേക്ക് വരുമ്പം ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു 3 kg വെയിറ്റ് വരെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഒരു കിറ്റുകൾ നമുക്ക് തൂക്കിയിടാൻ പറ്റിയ ഒരു ഹുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടൊരു ഏരിയയാണ് നമുക്ക് ഡിക്കി സ്പേസിൽ കിട്ടുന്നത്. അതേപോലെ തന്നെ സ്റ്റെപ്പിനെയൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പഴയ വണ്ടി പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല അതിൽ. നമുക്ക് ഇതിൻ്റെ ടയർ സൈസ് നമുക്ക് നോക്കാം. നമ്മളിതിൻ്റെ ടയർ സൈസിലേക്ക് വരാനാണെങ്കിൽ 175/65 R14 ഗുഡ് ഇയറിൻ്റെ ടയറാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് നേരെ എൻജിൻ പാർട്ടിലേക്ക് പോവാം. ബോർഡ് തുറക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മുടെ പഴയ വണ്ടിയിൽ നമ്മൾ മുന്നത്തെ വണ്ടിയിൽ നമ്മൾ കണ്ട പോലെ ആ ബാഡ്ജിങ് അതിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. റോട്ടറോണ്ട 1200 എഞ്ചിനായിരിക്കും. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനായിരിക്കുന്നത്. 1200 cc എഞ്ചിനാണിത് ഇപ്പം. പക്ഷേ അവരെ റിവോട്രോൺ എന്നുള്ള ബാഡ്ജിങ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ABS ഒക്കെ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിൻ്റെ മോട്ടറൊക്കെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. 47 H ബാറ്ററിയാണ് ഉള്ളത് ഇതിന്. അതേപോലെ തന്നെ നമ്മൾ പഴയ വണ്ടിയായിട്ട് BS6 വണ്ടിക്ക് കാഴ്ചയിൽ വലിയ എഞ്ചിൻ ഭാഗത്ത് ചേഞ്ചുകളൊന്നും വരുന്നില്ല. പിന്നെ ഈ ഒരു ബോൾട്ടൊക്കെ അത് നേരത്തെ ഒരു നീളത്തിലായിരുന്നത് ഇപ്പോൾ ഒന്നുകൂടെ ചെറുതായിട്ടുണ്ട്. നേരത്തെ കുറച്ചുകൂടെ കൺജസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുറച്ച് സ്പേഷ്യസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അറിയാലോ ടാറ്റയാണ്, പോൾസ്റ്റാറാണ് ടിയാഗോ. അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉള്ള ഒരു ഹൂഡാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹൂഡ് മാത്രമല്ല ഫുൾ ബോഡി നല്ല വെയിറ്റ് ആണ്. ഇനി നമുക്ക് എന്തായാലും ഇന്റീരിയറിലൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ബാ. നമ്മൾ ഇന്റീരിയറിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ട് ഫസ്റ്റ് തന്നെ തോന്നണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് വീല് മൊത്തം അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഹോൺ നേരത്തെ സെൻട്രലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കൂടെ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഴയ വണ്ടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ XTയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫോൺ അറ്റൻഡ് ചെയ്യാനോ കട്ട് ചെയ്യാനോ നമുക്ക് സ്റ്റിയറിംഗിൽ നടക്കൂലായിരുന്നു. ഇപ്പോൾ അത് ഇതിനകത്ത് അവർ സാധ്യമാക്കിയിട്ടുണ്ട്. പിന്നെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ ആണ് ഇത്തവണ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം BS6ൽ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ്, മീറ്റർ കൺസോൾ, അതേപോലെ നമ്മുടെ മ്യൂസിക് സിസ്റ്റം എല്ലാം BS6നുള്ള വണ്ടിയിൽ എല്ലാത്തിലും ഇപ്പോൾ അവർ അങ്ങനെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇതിപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും. നമുക്ക് നേരത്തെ അനലോഗ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഫുള്ളി ഡിജിറ്റലാണ്. ഇനി നമ്മൾ നേരെ മ്യൂസിക് സിസ്റ്റത്തിലേക്ക് വരാനാണെങ്കിൽ പഴയ മ്യൂസിക് സിസ്റ്റത്തിൽ നിന്ന് പാടെ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഫുള്ളി സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ബട്ടൺസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പണ്ട് ഫിസിക്കൽ ബട്ടൺസ് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചുകൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് പഴയ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ബട്ടൺസ് ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം ആയിരുന്നു. ഹെർമൻ്റെ തന്നെയാണ് ഇവരിപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്ന മ്യൂസിക് സിസ്റ്റം. പിന്നെ നമ്മൾ ഡോർ സൈഡിലേക്ക് വരാനാണെങ്കിൽ നമ്മൾ പഴയ XZ നമ്മൾ കുറച്ച് ദിവസം മുന്നേ റിവ്യൂ ചെയ്ത വണ്ടിയിൽ നമ്മൾ പറയാനാണെങ്കിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഡോർ ലോക്ക് ഇവിടെ കാണാനില്ല. അത് നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം ഇതിനകത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ട് നല്ല ഫിനിഷിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ പവർ വിൻഡോസും നമുക്ക് ഇതേപോലെ ഫ്രണ്ട് ഡോറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ AC-യുടെ വെന്റ് 4 വെന്റ് ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 4 വെന്റാണ് AC-യുടെ ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ട്യൂട്ടർ നോക്കാനാണെങ്കിൽ കണ്ടത് ട്യൂട്ടർ അവിടെ ഓപ്ഷനാണ്. നമുക്ക് വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ ഇല്ല. കാരണം ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ മാത്രമേ അവർ ട്യൂട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതേസമയം ഡോർ പാഡിലാണ് സ്പീക്കേഴ്സ് എല്ലാം വരുന്നത്. 4 ഡോർ പാഡിൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇത് അവർ ഓവർകം ചെയ്തിട്ടില്ല. ഇപ്പോഴും 0.5 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ കപ്പാസിറ്റി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ഫ്രണ്ട് ഡോർ പാഡിൽ. പിന്നെ ഈ ഒരു ഹുക്ക് കണ്ട, ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് കോ ഡ്രൈവർ സീറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ടിൽ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും സാധനമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇതിലും ഹോൾഡ് ചെയ്തിടാൻ പറ്റിയ ഒരു ചെറിയൊരു ഹുക്കാണ്. നല്ല കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഗിയർ നോബൊക്കെ ഫുള്ളി ചേഞ്ച് ആക്കിയിട്ടുണ്ട്. പണ്ടത്തെ ഗിയർ നോബ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഗിയർ നോബ് കുറച്ചുകൂടെ ബെറ്ററാണ്. നമ്മൾ കയറി ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നല്ല ഫുള്ളി സ്പേഷ്യസ് ആണ്. ഒരു 6 അടിയൊക്കെയുള്ള ആൾക്കാർക്ക് തന്നെ സിമ്പിളായിട്ട് ഒരു കുഴപ്പമില്ലാതെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇത് ഇച്ചിരി ബാക്കിലേക്ക് ഇറക്കിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തോന്നുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ലൈറ്റ് കണ്ടോ, ക്യാബിൻ ലൈറ്റ് LED ആണത്, വൈറ്റ് ലൈറ്റാണ്. മിക്ക വണ്ടികളിലും ഇപ്പോൾ വൈറ്റ് ലൈറ്റാണ് വരുന്നത്. പഴയപോലത്തെ ഹാലജൻ ലൈറ്റ് ഒന്നും അല്ല ഇപ്പോൾ വരുന്നത്, ഇപ്പോൾ വൈറ്റ് ലൈറ്റാണ് വരുന്നത്. ഇതിനും വൈറ്റ് ലൈറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് ഇന്റീരിയർ വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് മാറ്റങ്ങളൊന്നും ഇല്ല. XZ റിവ്യൂ ചെയ്തല്ലോ, അതും ഈ XV ആയിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഇന്റീരിയറിൽ വന്നിട്ടില്ല. പിന്നെ ആ പറയുന്ന പോലെ കുറച്ച് BS6-ന്റെ കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്, നമ്മുടെ പെർഫോമൻസും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വണ്ടി കയറിയിട്ടേ ജസ്റ്റ് ഒന്നിങ്ങനെ സ്റ്റിയറിംഗ് ഒന്ന് തിരിക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മൂത്താണിത്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു നിർത്തി തിരിക്കാനാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്മൂത്തി ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഞാൻ മാറിപ്പോയി, ഞാൻ ആദ്യം ഇവിടെ പഴയ പോലെ ഇവിടെ കൊണ്ട് അടിച്ചതാണ്, പക്ഷെ അവിടെ അല്ലായിരുന്നു, ഇപ്പുറത്തായിരുന്നു. ഫോണ് നമ്മൾ പഴയ വണ്ടിക്ക് പറഞ്ഞത് തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഇത് കൂടെ ഒന്ന് മാറ്റി പിടിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. കാര്യം ഹോൺ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഈ വണ്ടിയുടെ ഹോൺ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കേട്ടില്ലേ, വണ്ടി ഓടിക്കാൻ നല്ല സുഖമാട്ടോ, നല്ല ഭയങ്കര സ്മൂത്തായിട്ട് എനിക്ക് വന്നത്. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പെർഫോമൻസും ഉണ്ട്. പിന്നെ ഇതിന് കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19.6 ആണ് പറയണത്. പിന്നെ ഇത് പുതിയ വണ്ടി ആയതുകൊണ്ട് എത്ര മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ പറയാൻ പറ്റൂല. ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ വണ്ടി എടുത്തിട്ട്. അപ്പോൾ 540 കിലോമീറ്റർ അവന്റെ വണ്ടി ഓടിയിട്ടുള്ളൂ. ഞാൻ പഴയ ടിയാഗോ നമ്മുടെ മുന്നത്തെ റിവ്യൂ ചെയ്ത ടിയാഗോ ഓടിച്ചതിലും സ്റ്റിയറിംഗ് കൺട്രോൾ കുറച്ചുകൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്. അതേപോലെ തന്നെ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ വണ്ടി കേട്ടോ, BS6 പുതിയ വണ്ടിയാണ്. നമ്മൾ പഴയ വണ്ടിയിൽ കണ്ട പോലെ തന്നെ റിവേഴ്സ് സെൻസർ ഉണ്ടല്ലേ, അത് ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഇതിനകത്ത് ഇപ്പം നിലവിൽ 2 സെൻസറേ നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിലേക്ക് പറയാനാണെങ്കിൽ ഹെർമന്റെ മ്യൂസിക് സിസ്റ്റം ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്കാണ്, കിടിലൻ സൗണ്ടാണ്. അധികം ഫുള്ള് ഞാൻ പാട്ട് വെക്കുന്നില്ല, കാരണം കഴിഞ്ഞ ദിവസം ലൈവിൽ തന്നെ എനിക്കൊരു കോപ്പിറൈറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാട്ടൊന്നും അങ്ങനെ ഓൺ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് എന്താ രക്ഷയില്ലാത്ത മ്യൂസിക്കാണ് ഇത്. എൻ്റെ ഒരു റിലേറ്റീവും എൻ്റെ ഒരു ഫ്രണ്ടും ആയിട്ടുള്ള അഫ്സലിന്റെ വണ്ടിയാണ്. ആളപ്പോൾ നേരത്തെ പുള്ളിക്ക് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയതായിട്ട് എടുത്ത വണ്ടിയാണ്. അപ്പോൾ പുള്ളി എന്തുകൊണ്ട് നമുക്ക് ഈ ടിയാഗോ തന്നെ സെലക്ട് ചെയ്തു എന്ന് നമുക്ക് നോക്കാം.
എന്തുകൊണ്ട് അസലിക്ക് ഈ വണ്ടി എടുത്തത്? ഈ ടിയാഗോ തന്നെ എടുക്കാൻ കാര്യം? ടിയാഗോയുടെ ഫീച്ചേഴ്സ് ആണ് ഇതിൽ ഏറ്റവും പ്രമുഖത നിൽക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രൈസ് മറ്റ് ഇതിന്റെ വേരിയന്റിലുള്ള വണ്ടികളെ നോക്കുമ്പോൾ ഇതിന്റെ പ്രൈസ് കുറച്ചുകൂടെ കുറവാണ്. എത്രയായി കാണും? ഒരു 6 ലക്ഷത്തിന് അടുത്ത് നിൽക്കുന്നു അല്ലേ? ഞാൻ എടുത്തപ്പോ 584 ഓൺ റോഡ്. ഓക്കെ. പിന്നെ ടിയാഗോ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? അതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? അതിനെ പറ്റി എന്താ പറയാനുള്ളത്? പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആണ് വണ്ടി ഓടിക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിയറിംഗ് ഒക്കെ സ്മൂത്ത് ആണ്. ഞാൻ ഇപ്പൊ ഓടിച്ചപ്പോ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ വണ്ടി ഒരു നല്ല സേഫ്റ്റിയാണ് നൽകുന്നത്. ബിൽഡ് ക്വാളിറ്റി പറയണ്ട, അത് ബിൽഡ് ക്വാളിറ്റി പിന്നെ പറയണ്ട. ടാറ്റയുടെ സുഖമാണ് വണ്ടി ഓടിക്കാൻ. പിന്നെ ചെറിയ വണ്ടി എന്നുള്ളതുകൊണ്ടും നമ്മുടെ കയ്യിലൊതുങ്ങുന്ന വണ്ടി, സാധാരണക്കാർക്കും കൂടെ കൊണ്ടുപോകാൻ പറ്റാവുന്ന വണ്ടി. അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ നോക്കുമ്പോൾ ടിയാഗോ ബെസ്റ്റ് ആണ്. വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് വരുന്നില്ല. ശരിക്കും സുഖമായിട്ട് തന്നെ വണ്ടി പോവാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വണ്ടി റിവ്യൂ ഒക്കെ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് നമുക്ക് അസലിയുടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു ബന്ധു വന്നിട്ട് ടിയാഗോ എടുക്കാൻ വേണ്ടി പോവാണ്, അങ്ങനെയാണെങ്കിൽ അസലിക്ക് അത് റെക്കമെൻഡ് ചെയ്യുമോ ഇല്ലേ? തീർച്ചയായിട്ടും ചെയ്യും. കാരണം ചെറിയ എമൗണ്ടിൽ ഒരു നല്ലൊരു വണ്ടിയാണ് ടിയാഗോ. നമുക്ക് അതായത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ബഡ്ജറ്റിൽ നല്ല ബിൽഡ് ക്വാളിറ്റിയിലുള്ള നല്ലൊരു പെർഫോമൻസ് കാറാണ്. അപ്പൊ അതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ പറഞ്ഞാണ് കേട്ടല്ലോ. അപ്പോൾ ടാറ്റ ടിയാഗോ എക്സിയുടെ ഒരു പുതിയ വണ്ടി ES6 വണ്ടിയുടെ ഒരു റിവ്യൂ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഒന്ന് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.